കോഴിക്കോട് ജില്ലയിലേക്കാണ് കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഭൂരിഭാഗവും എത്തിക്കുന്നതെന്നാണ് കസ്റ്റംസിന് ലഭിച്ച വിവരം. ഫയസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഫയസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ചില സ്വർണ്ണ വ്യാപാരികൾക്ക് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റംസ് അധികൃതർ നോട്ടീസ് നൽകി. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഫയസുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വീടുകളിലും ഓഫീസുകളിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയെങ്കിലും കാര്യമായ തെളിവുകൾ കണ്ടെത്താനായില്ലെന്നാണ് സൂചന. അതേസമയം ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥരുമായും ഫയസിന് നിരന്തര സമ്പർക്കമുണ്ടെന്നതിനുള്ള ശക്തമായ തെളിവുകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഉന്നതരുടെ സഹായം കള്ളക്കടത്തിന് ഫയസ് നേരിട്ട് ഉപയോഗപ്പെടുത്തിയതായി കസ്റ്റംസ് അധികൃതർക്ക് തെളിവുകളില്ല. അതേസമയം സ്വർണ്ണക്കടത്ത് സംഘത്തിന് വഴിവിട്ട് സഹായം നൽകിയെന്ന ആരോപണ വിധേയരായ 2 ഉദ്യോഗസ്ഥരെ കസ്റ്റംസിന്റെ ഐലൻഡ് ഓഫീസിലേക്ക് മാറ്റി. ഡെപ്യൂട്ടി കമ്മീഷണർ സി മാധവൻ, അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാർ എന്നിവരെയാണ് മാറ്റിയത്. നിർധനരായവരെ വ്യാജരേഖകൾ ചമച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി സ്വർണം കടത്താൻ ഉപയോഗിച്ചിരുന്നതായും കസ്റ്റംസ് അധികൃതർക്ക് സംശയമുണ്ട്. ഇക്കാര്യവും വിശദമായി അന്വേഷിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.